സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറെ പോലും എതിർത്ത മനുഷ്യൻ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന് വഴികാട്ടിയ മനുഷ്യൻ, ജയ് ഹിന്ദ് എന്നുള്ള ടേം കോയിൻ ചെയ്ത മനുഷ്യൻ. ഞാൻ പറഞ്ഞു വരുന്നത് ചെമ്പകരാമൻ പിള്ള എന്നുള്ള ഒരു അൺസങ് ഹീറോയിനെ കുറിച്ചാണ്. തിരുവനന്തപുരത്ത് 1891 ജനനം. പിന്നീട് പഠിച്ചത് ഗവൺമെൻറ് മോഡൽ സ്കൂളിൽ. ഉപരിപഠനത്തിന് വേണ്ടി യൂറോപ്പിലേക്ക് പോയി. അന്നേരമാണ് അദ്ദേഹത്തിന് തോന്നിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിദേശ ശക്തികളെ ആശ്രയിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം ജർമ്മൻ ആർമിയിൽ ചേരുകയും അതേസമയം തന്നെ കാബൂളിലുണ്ടാക്കിയ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിലെ ഫോറിൻ മിനിസ്റ്റർ ആവുകയും ചെയ്തു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആവണം 1930-കളിൽ സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മറ്റൊരു ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് നമ്മളൊരു ഇന്ത്യൻ ആർമി ഉണ്ടാക്കണം. അങ്ങനെ തന്നെ ആവാൻ ചിലപ്പം ഇന്ത്യൻ നാഷണൽ ആർമി രൂപം കൊണ്ടത്. ആദ്യമൊക്കെ ഹിറ്റ്ലറുമായിട്ട് വളരെ നല്ല ബന്ധത്തിലായിരുന്നു ഇദ്ദേഹം. എന്നാൽ ഹിറ്റ്ലറുടെ ചില ഇന്ത്യൻ വിരുദ്ധ പരാമർശങ്ങൾ ഇദ്ദേഹത്തിൽ അനിഷ്ടമുണ്ടാക്കി. അതിനാൽ തന്നെ ഹിറ്റ്ലർ പരസ്യമായി മാപ്പ് പറയണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നാസിപ്പടയുടെ ഒരു ദേഷ്യത്തിന് ഇദ്ദേഹം പാത്രമായി. തൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ തന്നെ 1934 ഇദ്ദേഹം മരണമടഞ്ഞു. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള അധികം ചരിത്രരേഖകൾ നമുക്ക് ലഭ്യമല്ല. ഉള്ളതാകട്ടെ നമ്മുടെ നാഷണൽ ആർക്കൈവ്സിൽ മാത്രമേ ഉള്ളൂ. ഇത്തരം കണ്ടൻസിന് വേണ്ടി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.